ഹലോ, എല്ലാവരും ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? ഇവിടെയും അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും ആഘോഷിച്ചു. ഞങ്ങൾ ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യത്തെ ഓണമായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മൾ ആകെ ബോറായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത്ര ബോറൊന്നും ആയില്ല. നമ്മൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന ഒരു 6-7 ഫാമിലീസ് ഫ്രണ്ട്സിനെ എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസം ഓഗസ്റ്റ് 30 വീക്കെൻഡ് നോക്കി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ഓരോ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു, ഒന്നിച്ച് സദ്യയൊക്കെ കഴിച്ച് പിള്ളേരുടെ ഗെയിംസും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ആഘോഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. അന്ന് വർക്കിംഗ് ഡേ ആയിരുന്നു, ഫ്രൈഡേ. അപ്പം ലീവ് എടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ തട്ടിക്കൂട്ടൊരു സദ്യ വീട്ടിൽ ഞാനും ഏട്ടനും മോളും മാത്രമായിട്ട് ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ തട്ടിക്കൂട്ട് സദ്യയിൽ എൻ്റെ ഒരു ഫേവററ്റ് ഐറ്റം ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അത് ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോഴും ആർക്കും തന്നെ അതിനെക്കുറിച്ച് അറിയില്ല. എനിക്കൊന്ന് ട്രിവാൻഡ്രം സൈഡിലുള്ളവർക്ക് അറിയാമായിരിക്കും, ബാക്കിയുള്ളവർക്ക് അത്രയ്ക്ക് അറിയുന്ന ഒരു പരിചയമുള്ളൊരു കറിയല്ല ഇത്. വടക്കൂട്ടുകറി. അപ്പം ഉഴുന്ന് വട ഉണ്ടാക്കിയിട്ട് കൂട്ടുകറിയിലിട്ട് എടുക്കും. അപ്പം അത് ഞങ്ങളുടെ ഫേവററ്റാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞിലെ എൻ്റെ ഓർമ്മ സദ്യ ഉണ്ടാക്കുന്നതിന് മുമ്പ് അമ്മ ആദ്യം വട ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ നമ്മൾ പോയി കുറേ അടിച്ചു മാറ്റി കഴിക്കും. അപ്പോൾ ഞങ്ങൾ സദ്യ വരുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും ഫേവററ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എല്ലാവർക്കും ലാസ്റ്റ് ആകുമ്പോൾ വടയൊന്നും കിട്ടില്ല, ആർക്കും വടയൊക്കെ തീർന്നു പോകും. പിന്നെ ജസ്റ്റ് ഉരുളക്കിഴങ്ങും ചാറും മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അപ്പോൾ ആ കറി ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തലശ്ശേരി, ഏട്ടനും അറിയില്ല, കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല മുന്നേ. അപ്പം ഞാൻ ഓർത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഉഴുന്ന് പരിപ്പ് 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വയ്ക്കുക. എന്നിട്ട് ഊറ്റിയെടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ ചെറിയ ജാറിൽ അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കണം. പിന്നെ സവാള ഉരുളക്കിഴങ്ങും ഇങ്ങനെ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അരച്ചെടുത്ത ഉഴുന്ന് മാവ് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് ചുട്ടെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. ഷേപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല. അത് ഈ ഒരു കളറിൽ വറുത്തെടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഇട്ടു, കടുക് പൊട്ടിച്ചു. പിന്നെ മസാലകൾ തക്കോലം, പെരുംജീരകം, ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ ബേ ലീഫ്, ഇതെല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചു. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉരുളക്കിഴങ്ങും ഇട്ടു. ഇഞ്ചി അരിഞ്ഞത് ഇട്ടാൽ മതി. ഞാൻ എൻ്റെ ഇഞ്ചി പേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിട്ടു. അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. ഈ 3 പൊടികളെ ഞാൻ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ഗരം മസാലയും കൂടെ ചേർക്കണം. ഞാൻ ഇപ്പോൾ തൽക്കാലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് 2ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 2ാം പാലെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ. ഞാനിവിടെ വാങ്ങുന്ന തേങ്ങാപ്പാലാണല്ലോ, കോക്കനട്ട് മിൽക്കാണ്. അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം കലക്കി ഒഴിച്ച് അതാണ് 2ാം പാൽ. 2ാം പാലിൽ ഇത് വേവിച്ചെടുക്കുക. ഉപ്പിടാൻ മറക്കണ്ട. വെള്ളം കലക്കി ചേർത്ത് വെച്ച 2ാം പാലാണ്, അത് അതിലേക്ക് ഒഴിച്ചു. ഇനി അത് നമുക്ക് കുറച്ച് നേരം അടച്ചിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവണ്ടേ. അപ്പോൾ ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. നല്ല വെന്ത് വന്നു. ഉപ്പ് കുറവാണെന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തു. അത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വെന്തെല്ലാം വന്നതിന് ശേഷം നമുക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വടയും അതിലേക്ക് ചേർക്കാം. ഇനി ജസ്റ്റ് ഒരു ചെറിയൊരു തിള വന്നാൽ മതി. ഒരുപാട് തിളയ്ക്കണ്ട. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കണ്ട. ജസ്റ്റ് ഒരു ചെറിയ തിള വന്നാൽ മതി. പിന്നെ ഞാൻ മല്ലിയില ഇട്ടു. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കറിയിലും. പ്രത്യേകിച്ച് കൂട്ടുകറി, അങ്ങനത്തെ മസാലയുള്ള കറികളിലെല്ലാം മല്ലിയില എനിക്ക് മസ്റ്റാണ്. അപ്പം ഞാൻ ധാരാളം മല്ലിയില അരിഞ്ഞിട്ടു.
പിന്നെ ഞാൻ ഗരം മസാല ചേർത്തിട്ടുണ്ടായില്ലല്ലോ, അപ്പോൾ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല എപ്പോഴും ലാസ്റ്റ് ചേർക്കുന്ന ഫ്ലേവർ അങ്ങനെ നിൽക്കും. അതാണ് ഞാൻ അവസാനമാണ് ഗരം മസാല ചേർത്ത് കൊടുത്തത്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ വടക്കൂട്ടുകറി റെഡിയാണ്. ഇത് വട അതിൻ്റെ അകത്ത് സോക്കായി നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ എടുക്കാൻ നേരം. അപ്പം വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ടാറ്റ ബൈ ബൈ.